സ്ട്രെസ് കുറയ്ക്കൂ, സ്ട്രെസ് കുറയ്ക്കൂ, സ്ട്രെസ് കുറയ്ക്കൂ. നമ്മുടെ ഡോക്ടർമാർ ഉൾപ്പെടെ ഏതൊരു രോഗത്തിന് പോയിരുന്നാലും ആൾക്കാർക്ക് നൽകുന്ന ഫ്രീ ആയിട്ടുള്ള ഒരു ഉപദേശമാണ് സ്ട്രെസ് കുറയ്ക്കൂ, ടെൻഷൻ കുറയ്ക്കൂ. എങ്ങനെ കുറയ്ക്കണം എന്നുള്ള കാര്യം എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ? ഇല്ല. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്കനുസരിച്ച് സ്ട്രെസ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനറലായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നസ്, ആരോഗ്യമായി പൂർണ്ണമായും നമ്മളൊരു ഫിറ്റ്നസ് നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. കാരണം ധൈര്യമില്ലായ്മയാണ് പലപ്പോഴും നമുക്ക് അയ്യോ നമ്മളെ കൊണ്ട് പറ്റുമോ, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, നമ്മുടെ കുടുംബത്തെ ഓർത്തുള്ള ഈ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് നിർബന്ധം. രണ്ടാമത്തത് ഉറക്കമാണ്. ശരിയായിട്ട് ഉറക്കം കിട്ടുമെങ്കിൽ തന്നെ നമുക്ക് ധൈര്യം തരാനായിട്ട് സഹായിക്കും. ആവശ്യമില്ലാത്ത ടെൻഷൻ സ്വയം കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമത്തത് ഏത് കാര്യത്തിനെ കുറിച്ചും അമിതമായിരുന്ന് ചിന്തിച്ച് കൂട്ടുന്ന സ്വഭാവം ഒഴിവാക്കണം. നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ പോകുന്നില്ല. അതിനെ ഓരോന്നായി എടുത്ത് വ്യക്തമായി കണക്ക് കൂട്ടി ഒഴിവാക്കി സോൾവ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അമിതമായിട്ടിരുന്ന് ചിന്തിച്ചു കൂട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ഒഴിവാക്കണം. നാലാമത്തെ കാര്യം, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയവും കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുക, നിങ്ങളുടെ ജോലികൾ കൂടുതൽ വ്യാപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഈ തരത്തില് അമിതമായിട്ടിരുന്ന് പ്രശ്നങ്ങളെക്കുറിച്ചും ടെൻഷനെ കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുക. കാരണം നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് അവർക്ക് നിങ്ങളെ സോൾവ് ചെയ്ത് തരാനൊന്നും സാധിക്കില്ല, പക്ഷേ നിങ്ങൾ കുറെ ഒന്ന് ഹാപ്പി ആകാനായിട്ട് പലപ്പോഴും സഹായിക്കും. അമിതമായിട്ട് ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ടൊന്ന് പോവുകയോ കാണുകയോ ഒരു ചായ കുടിക്കുകയോ ചെയ്യുമ്പോൾ വല്ലാണ്ട് നിങ്ങളൊന്ന് റിലാക്സ് ആകുന്നത് കാണാൻ സാധിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാത്രയായിക്കോട്ടെ, ഇല്ലെങ്കിൽ ചെറിയ വീട്ടിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, വൃത്തിയാക്കലുകൾ, ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കൽ, ഇഷ്ടമുള്ള സിനിമ കാണുക. ഈ തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഓരോ ദിവസം അല്പമെങ്കിലും ചെയ്യാൻ നോക്കുക. നിങ്ങളെ മനസ്സിനെ ഒരുപാട് റിലാക്സ് ആകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇനി സ്ട്രെസ് കുറയൂ എന്ന് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൂടി നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. അമിതമായി ടെൻഷൻ അടിക്കുന്നവർക്ക് ഉപകാരപ്പെടും.